നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പീരുമേട് പഴയ പാലത്തിന്റെ താഴ്ഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. മാലിന്യം വലിയ തോതിൽ കുമിഞ്ഞുകൂടി ആറ്റിലേക്ക് പതിക്കുന്നതിനാൽ ആറിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളടക്കം മലീമസമാകുന്ന സാഹചര്യമാണ് നിലവിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പീരുമേട് പഴയ പാലത്തിന്റെ താഴ്ഭാഗത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. മാലിന്യം വലിയ തോതിൽ കുമിഞ്ഞുകൂടി ആറ്റിലേക്ക് പതിക്കുന്നതിനാൽ ആറിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളടക്കം മലീമസമാകുന്ന സാഹചര്യമാണ് നിലവിൽ. കൊല്ലം തേനി ദേശീയപാതയിൽ പീരുമേട് പഴയ പാമ്പനാർ പാലത്തിന്റെ താഴ്ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ ഇവിടെ ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായി കൊണ്ടുവന്ന് തള്ളുന്നത്. മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടി ഇതുവഴി ഒഴുകുന്ന ആറ്റിലേക്കാണ് പതിക്കുന്നത്. ഈ ആറിനെ ആശ്രയിച്ച് സമീപത്ത് കുടിവെള്ള പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം മലീമസമാകുന്ന സാഹചര്യമാണ് നിലവിൽ. പഴയ പാമ്പനാർ പാലത്തിൻ്റെ അവിടെ നിന്നും വേസ്റ്റുകൾ കൊണ്ട് പലയിടത്തു നിന്നും തള്ളുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതും ഇതും പല വേസ്റ്റുകളാണ് കിടക്കുന്നത്. ഇവിടുന്ന് ചിദംബരം വളവ് വരെ വേസ്റ്റുകളാണ് തള്ളിയിടുന്നത്. ഈ വെള്ളം ഒലിച്ച് ചെല്ലുന്ന കല്ലാറ് പാലത്തിൻ്റെ അവിടെയാണ്. അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. ആ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് കുടിവെള്ള പദ്ധതിയായിട്ട് ഇവിടെ പൈപ്പ് വഴി വരുന്നത്. ഈ വെള്ളമാണ് ജനങ്ങൾ കുടിക്കുന്നത്. രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇപ്പോൾ കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കാണിക്കുന്നത് മോശമാണ്. ഇതിന് പഞ്ചായത്ത് നല്ലൊരു നടപടി എടുക്കണമെന്ന് താഴ്മയായി പറയുന്നു. ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി ഇവിടെ കിടക്കുന്നത്. വേനൽ കടുത്തതോടെ മേഖലയിൽ കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട്. മാലിന്യം വെള്ളത്തിൽ കലർന്നാൽ സാംക്രമിക രോഗഭീഷണിയും ഉണ്ടാകും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.